യെച്ചൂരിയുടെ വിയോഗത്തിന്റെ വേദനയിലാണ് രാജ്യം. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല കൂടി ചേരുകയാണ് കൈരളി ന്യൂസിനോടൊപ്പം. ശ്രീ രമേശ് ചെന്നിത്തല രാഷ്ട്രീയപരമായി വിവിധ ചേരിയിലായിരുന്നു. പക്ഷേ എല്ലാ കാലത്തും യെച്ചൂരി എല്ലാ നേതാക്കളോടും കാത്തുസൂക്ഷിച്ചൊരു സൗഹൃദമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കേരളത്തിനോടുള്ള ബന്ധം വരെ ആ നിലയിലാണ് എന്ന് നമുക്ക് കാണാം. ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി, ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ആ സഖ്യത്തെ ഒരുമിച്ച് നിർത്താനായി യെച്ചൂരി ശ്രമിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ആ നിലയിൽ എങ്ങനെയാണ് യെച്ചൂരി ഓർക്കുന്നത്? തീർച്ചയായിട്ടും ഒരു നല്ല കമ്മ്യൂണിസ്റ്റും നല്ല ഒരു മനുഷ്യ സ്നേഹിയുമായിരുന്നു ശ്രീ യെച്ചൂരി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങളുടേതാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം DYFAയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അന്ന് മുതലുള്ള ബന്ധമാണ്. ഞങ്ങൾ ഒരുമിച്ച് സോവിയറ്റ് യൂണിയനിൽ പോയത് ഞാനിപ്പോഴും ഒന്ന് ഓർക്കുകയായിരുന്നു. അവിടെ ഞങ്ങളുടെ യുവജന നേതാക്കന്മാരുമായി സോവിയറ്റ് യൂണിയനിലെ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകളും ആ ഡെലിഗേഷനും ഒക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടും മാർക്സിയൻ ചിന്തകളോടും ഇത്രമാത്രം പ്രതിബദ്ധതയുള്ള, ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ യെച്ചൂരി എന്ന് ആ യുവജന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. തന്നെയുമല്ല, പിന്നീട് ഉള്ള സന്ദർഭങ്ങളിലെല്ലാം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. കേരളത്തിൽ വരുമ്പോഴും പലപ്പോഴും ഞങ്ങൾ ആശയവിനിമയങ്ങൾ നടത്തുമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയും അദ്ദേഹം തന്നെയായിരുന്നു. അത് സോണിയാഗാന്ധിയുമായി രാഹുൽ ഗാന്ധിയുമായി നല്ല ബന്ധം പുലർത്തുകയും രാജ്യത്തിന് ആവശ്യം BJPയുടെയും RSSന്റെയും നിലപാടുകൾക്കെതിരെ ഒരു ദേശീയ ജനാധിപത്യ മുന്നേറ്റം ഉണ്ടാകണമെന്ന് വ്യക്തിധാരണയോടെ പ്രവർത്തിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. വ്യക്തിപരമായി പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വളരെ വർഷങ്ങളുടെ ബന്ധമാണുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ അന്തിമ ഔപചാരം അർപ്പിക്കാൻ മറ്റന്നാൾ ഞാൻ ഡൽഹിയിലെത്തി കിട്ടുന്നുണ്ട്. ഒരു നല്ല സുഹൃത്തിന്റെ, നല്ല സഹപ്രവർത്തകന്റെ വിയോഗമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ശ്രീ രമേശ് ചെന്നിത്തല, നോക്കൂ, താങ്കൾ യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവിനെ ഓർക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം അദ്ദേഹവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് കൂടി വാദോരാതെ പറയുന്നുണ്ട്. ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധികൾ ഇന്ത്യൻ രാഷ്ട്രീയം നേരിട്ട ഒരു കാലയളവാണ്. പ്രത്യേകിച്ച് 2015 ശേഷം യെച്ചൂരി CPMന്റെ അമരത്തെത്തുന്നതിന് ശേഷം ഉണ്ടാകുകയും ചെയ്യുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, പ്രതികൂലമായ അവസ്ഥകളിലൊക്കെയും അദ്ദേഹവുമായി വ്യക്തിപരമായ ആശയവിനിമയം നടത്തുകയും അത്തരം വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ താങ്കൾ? ആ നിലയിൽ എങ്ങനെയായിരുന്നു യെച്ചൂരി എന്ന മനുഷ്യനുമായുള്ള തന്റെ സൗഹൃദം? തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൽ വരുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. ഡൽഹിയിൽ പോയ സന്ദർഭങ്ങളിൽ പല രാഷ്ട്രീയ വിശേഷങ്ങൾ കൈമാറാറുണ്ട്. എന്നും അതിശക്തമായ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവ് തന്നെയായിരുന്നു അദ്ദേഹം. ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ രാജ്യത്തിന് ഇന്ന് ആവശ്യം ഒരു ജനാധിപത്യ മതേതര ബദലാണ് എന്ന് കണ്ടുകൊണ്ട് അതിൽ കോൺഗ്രസ് കൂടി ഉണ്ടാകണമെന്ന നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. ആ ഉറച്ച നിലപാടുകളാണ് ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി തന്നെ രൂപീകരിച്ച് ഇപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായ ഒരു ശക്തമായ പോരാട്ടത്തിന് കളമൊരുക്കിയത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. അങ്ങനെ സൗഹൃദങ്ങൾക്കപ്പുറം രാജ്യ താല്പര്യങ്ങൾക്കും വലിയ വില കൽപ്പിച്ചിരുന്ന നേതാവാണ് അദ്ദേഹം. പാർലമെന്റിൽ ഉണ്ടായിരുന്ന കാലഘട്ടം അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. 12 വർഷക്കാലം രാജ്യസഭയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ സ്വീകാര്യമായ നിലയിൽ അഭിപ്രായങ്ങൾ പറയാനും തന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മികച്ച പാർലമെന്റേറിയൻ. പലപ്പോഴും പലരും അത് വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. മികച്ച പാർലമെന്റേറിയൻ, നർമ്മത്തിൽ പൊതിഞ്ഞ ശരങ്ങൾ എയ്യുന്ന കാര്യത്തിൽ വളരെ പ്രഗത്ഭനായിരുന്നു സീതാറാം യെച്ചൂരി എന്നതാണ് സത്യം. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു ടേം കൂടി കൊടുക്കണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതാണ്. അത് പാർലമെന്റിൽ അതിശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുവാനും അത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അതിന് ചലനമുണ്ടാക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞുവെന്നതും ഒരു വസ്തുതയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. എത്രയധികം ഹൃദയത്തിൽ നിന്നുമാണ് അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ യെച്ചൂരിക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ചേർന്ന് അദ്ദേഹം ആ നിലയിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളിൽ യെച്ചൂരി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊക്കെ യെച്ചൂരിയെ വേറിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.